അങ്ങനെ ഒരു റിപ്പബ്ലിക് ദിനം കൂടി കടന്നു പോവുകയാണ്. പെട്ടെന്ന് എനിക്ക് ഇന്നലെ നിയമസഭയിൽ നടന്ന സംഭവമാണ് ഓർമ്മ വരുന്നത്. ഇന്നത്തെ ദിവസം ഓർമ്മിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യം, ഗവർണർ വന്നിട്ട്, സാധാരണ ഗവർണറും രാഷ്ട്രപതിയൊക്കെ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ഗവൺമെൻറ് എന്ന് പറയാറുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ പക്ഷേ അത് പറഞ്ഞില്ല, ഞാൻ എന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ല, അത് ഒരു സാങ്കേതിക കാര്യം മാത്രമാണ്. ഗവർണർ ആ പ്രസംഗത്തിൻ്റെ ഒരു വരിയെങ്കിലും വായിച്ചാൽ അത് മൊത്തം പ്രസംഗം നിയമസഭാ നടപടികളിലെ ഭാഗമായിട്ട് മാറും. അത് ചെയ്യാൻ ഗവർണർക്ക് സ്വാതന്ത്ര്യമുണ്ട്, വായിക്കാതിരിക്കാനും സ്വാതന്ത്ര്യം. വെറുതെ അവിടെ വെച്ചിട്ട് പുള്ളി മിണ്ടാതെ പോയി എന്ന് വെച്ചോ, അപ്പോഴും ആ പ്രസംഗം സഭയിൽ പ്രസംഗിച്ചതായിട്ട് കൂട്ടും. അതുകൊണ്ട് ഈ പറഞ്ഞത് ഒരു വാക്ക് പറഞ്ഞില്ല എന്നുള്ളതൊന്നും ഒരു പ്രസക്തിയുമില്ല. ജ്യോതി വെങ്കടചലമോ അതോ രാം ദുലാരി സിനിയോ അന്ന് ഉന്തുന്തള്ളും ബഹളമൊക്കെ ജ്യോതി വെങ്കടാചലത്തിൻ്റെ കാര്യം. അപ്പോൾ അവർ ഈ പ്രസംഗം അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ പോയി, പേടിച്ചിട്ട് അവരെ ദേഹോദ്രേൽപ്പിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട്. അതെ, അപ്പോൾ ഇങ്ങനെ അവർ സഭയിൽ ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സഭാതന്ത്രയുടെ ഭാഗമായി എന്നാണ് സങ്കല്പം. പിന്നെ ഗവർണർമാർക്ക് പലപ്പോഴും ഇതിനോട് വിയോജിപ്പുണ്ടാകും. വിയോജിപ്പുള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണിത് വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അത് ചെയ്യുന്നു. അൺപ്ലസൻറ്റ് ഡ്യൂട്ടി എന്ന് ഇംഗ്ലീഷിൽ പറയില്ല. അപ്പോൾ അൺപ്ലസൻറ്റ് ഡ്യൂട്ടി ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അതിൽ തിരക്കിടൊന്നുമില്ല. ഒരു പ്രത്യേക വാക്ക് പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. ആ വാക്ക് അതിലുണ്ടല്ലോ, അത് ഇതിൻ്റെ ഭാഗമാകും. ഇനി ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി പറഞ്ഞു, നന്ദി പ്രമേയ ചർച്ചയുണ്ട്. അതിൽ ഈ ബഹളമൊക്കെ നടക്കും. ഈ വാക്ക് പറഞ്ഞില്ല, ആ വാക്ക് പറഞ്ഞില്ല, എന്താ മിണ്ടാതെ പോയി, നിങ്ങൾ തമ്മിലുടക്കല്ലേ, ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കും. വരും ദിവസങ്ങളിൽ നമുക്കത് കാണാം. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെയും പ്രസംഗം വായിക്കാമെന്ന് ഗവർണർ തെളിയിച്ചു. അത്രേ ഉള്ളൂ. പക്ഷേ ടി ജി, ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ ജനാധിപത്യം കൂടുതൽ സാർത്ഥകമാകുന്ന രാജ്യം റിപ്പബ്ലിക് ആവുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ വാർഷികം, 75ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ ഒരു സംസ്ഥാനത്ത്, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഈ പ്രശ്നമുണ്ട്, ബംഗാളിലുണ്ട്, പല സംസ്ഥാനങ്ങളിലുണ്ട്. കേരളത്തിലാണ് ഏറ്റവും രൂക്ഷമായി നിൽക്കുന്നത്, കേരളത്തിലും തമിഴ്നാട്ടിലും. അപ്പോൾ കേരളം പോലെയുള്ള ഒരു വളരെ ജനാധിപത്യ പ്രക്രിയയിൽ സക്രിയമായി ഇടപെടുന്ന മറ്റ് സംസ്ഥാനങ്ങൾ മോശമൊന്നുമല്ല. കാരണം നമ്മുടെ ഇവിടെയാണ് ഈ അടിയന്തരാവസ്ഥ സർക്കാരിനെ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യം ഉണ്ടായത് കേരളമാണ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു പരീക്ഷണശാല പോലെ നിന്നിട്ടുള്ള കേരളത്തിൽ 2 ഭരണഘടനാ തലവന്മാർ, ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഹെഡും കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡും തമ്മിൽ ഇങ്ങനെ നിരന്തരം കലഹിച്ചുകൊണ്ട് കണ്ടാൽ മിണ്ടാതെ പോകുന്നൊരവസ്ഥ ഈ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തില്ലേ? ഇല്ലില്ല, ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയൊന്നുമില്ല. കാരണം ഇവർ തമ്മിൽ ഒരു ബാലൻസിൽ പോകണം എന്നുള്ളതല്ലാതെ ഇവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ജീവിച്ചോളണമെന്നൊന്നും ഭരണഘടന അനുശാസിക്കുന്നില്ല. കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. ചിലതിനൊക്കെ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അവിടെ അതിൻ്റെ ലിബർട്ടി ഗവർണർ എടുക്കുകയും ചെയ്യും. പ്രസിഡൻറ്റിന് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തിരിച്ചു വന്നു തന്നെ വരില്ല. തുടക്കത്തിൽ ജോസഫ് മുണ്ടശ്ശേരിയുടെ ബില്ല് അങ്ങനെ പ്രസിഡന്റ് ആ വഴിക്ക് അങ്ങ് പോയി അത്. അപ്പോൾ ഇതൊക്കെ ജനാധിപത്യത്തിലുള്ളതാണ്. അതിനുള്ള സ്പേസ് ഭരണഘടന കൊടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അധികാരങ്ങൾ അസേർട്ട് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നുണ്ട്. ഗവർണർ റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് തെളിയിക്കാനുള്ള സ്പേസ് ഗവർണർക്കും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൊടുത്തുകൊണ്ടാണ് ഭരണഘടന സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ചില സ്പെസിഫിക് കേസുകളിൽ സുപ്രീം കോടതി അതിൽ ഇടപെടാറുമുണ്ട് ഗവർണർമാരുടെ തീരുമാനത്തിൽ. അത് ഇടപെടുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല. പിന്നെ ചിലപ്പോൾ നിവൃത്തികേടുകൊണ്ട് സുപ്രീം കോടതി ഇടപെടുന്നതാണ്. ഈ സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേകത, അവർക്ക് അവരുടെ വിധി നടപ്പാക്കാൻ ഒരു മെഷീനറി ഒന്നുമില്ല. സുപ്രീം കോടതിക്കുമില്ല, ഹൈക്കോടതിക്കുമില്ല. ഉത്തരവിടാനേ പറ്റുള്ളൂ. ഈ ഉത്തരവ് അനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഉത്തരവ് ഒരു പ്രത്യേക ഗവർണർക്കെതിരെയാണ് ഉത്തരവ്. ഈ മനുഷ്യൻ ഇത് അനുസരിക്കുന്നില്ല, സുപ്രീം കോടതി എന്ത് ചെയ്യും? കോർട്ടലക്ഷ്യം എടുക്കണം. ഗവർണറെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ. സോ സുപ്രീം കോർട്ട് ഈസ് ഹെൽപ്ലെസ്. അപ്പോൾ ഇത് ഒരു പരിധിവരെ എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ ജനാധിപത്യം മുന്നോട്ട് പോവുകയുള്ളൂ. ആരെങ്കിലും ഒരാൾ പരിധി വിട്ട് പെരുമാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ച് മറ്റുള്ളവർ നിസ്സഹായരാകുകയും ഒരു സ്റ്റേൽമേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും എങ്ങുമില്ലാതെ പോവുകയും ചെയ്യും. ഞാൻ അതേക്കുറിച്ചാണ് ചോദിച്ചത്. ഇപ്പോൾ നമ്മളിപ്പോൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വാക്കാണ് സെക്യുലർ. അത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പിളിൽ എഴുതി വെച്ചു. ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഭരണഘടനാ സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഈ 2 വാക്കുകൾ 1976
42ാം ഭരണഘടനാ ഭേദഗതിയോടെ ഇന്ദിരാഗാന്ധി ചേർത്തതാണ്. അതേസമയം ഭരണഘടനയ്ക്കൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ടെന്നും അതിനകത്ത് ഇന്ന കാര്യങ്ങളാണെന്നും അതിൽ തൊടാൻ പാർലമെൻറ്റിന് പോലും അവകാശമില്ലെന്നുമാണ് 73 കേശവാനന്ദ ഭാരതി കേസിലെ വിധി. വാസ്തവത്തിൽ ആ വിധിയല്ല, അത് ഒരു നോട്ടാണത്. ശ്രദ്ധിച്ചിട്ടുണ്ട്? കേശവാനന്ദ ഭാരതി കേസിലെ വിധി എന്ന് പറയുന്നത് ഈ കേസിലെ ചില പ്രശ്നങ്ങൾ പരിശോധിക്കാനായിട്ട് 2 പേരടങ്ങുന്ന ബെഞ്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് ഇത് റെഫർ ചെയ്യുന്നു. ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്താ പരിഹാരം? അപ്പോൾ ഇത് പരിഹരിച്ചിട്ട് ഈ ബെഞ്ച് തിരിച്ച് മറ്റേ ബെഞ്ചിലേക്ക് വിടുകയാണ്. കേശവാനന്ദ ഭാരതി കേസിൽ കേശവാനന്ദ ഭാരതി ജയിച്ചില്ല. ഈ ബേസിക് സ്ട്രക്ചറും മുമ്പൊക്കെ വന്ന് എല്ലാ സംസ്ഥാനങ്ങളും ഒക്കെ ഇടപെട്ട് വഷളാക്കി കഴിഞ്ഞ് ഫൈനൽ ആ വിധി വരുന്നത് തിരിച്ച് ഇൻ വ്യൂ ഓഫ് എബവ് വി ആർ റെഫറിങ് ദ മാറ്റർ ബാക്ക് ടു ദ ഒറിജിനൽ ബെഞ്ച് എന്ന് പറഞ്ഞാണ് കേശവാനന്ദ ഭാരതി കേസിലെ വിധി. ഒരു സെപ്പറേറ്റ് നോട്ടാണ് അന്ന് ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്യാൻ ലാസ്റ്റ് ഡേ ആണ്. ഒരു നോട്ട് തയ്യാറാക്കിയിട്ട് എല്ലാ ജഡ്ജിമാർക്കും സർക്കുലേറ്റ് ചെയ്യുന്നു. 13 ജഡ്ജിമാരുണ്ട്. 7 പേര് ഫോറായിട്ടും 6 പേര് എഗൻസ്റ്റായിട്ടും എഴുതിയിട്ട് ഒപ്പിട്ട് ശരിയാക്കുന്നു. അങ്ങനെ 7-6 ഭൂരിപക്ഷത്തിലുള്ളതാണ് കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതിയിൽ ബേസിക് സ്ട്രക്ചറിനെ തുടരുത് എന്ന് പറഞ്ഞിട്ടും 3 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി ബോൾഡായിട്ടൊന്ന് തൊട്ടു. അവർ പ്രിയാമ്പിൾ തന്നെ മാറ്റിമറിച്ചു. അതെ അതെ, പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റില്ലെന്നാണ് പൊതുവെയുള്ള സങ്കല്പം. സങ്കല്പമല്ല, കേശവാനന്ദ ഭാരതിയുടെ ഡിസിഷനാണ് അത്. അപ്പോൾ ഇന്ദിരാഗാന്ധി കയറിയൊന്ന് ചെയ്തു. നേരത്തെ നമ്മൾ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നു. സോവറിൻ ഡെമോക്രാറ്റിക്, പരമാധികാരമുള്ള ജനാധിപത്യ രാജ്യം. ഇതറിയാതെയാണ് ചില ആളുകൾ പറയുന്നത് അംബേദ്കർ കൊണ്ടുവന്ന മതേതരത്വം എന്നൊക്കെ പറയുന്നത്. അല്ല, എനിക്ക് അവരോട് അവരാരും ഈ അശ്ലീലം എഴുതി വെച്ചില്ല. അശ്ലീലമെന്ന് ഞാൻ പറയാൻ കാര്യം, അശ്ലീലം പലപ്പോഴും ഈ സെക്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അശ്ലീലം. അങ്ങനെയൊന്നും അല്ല. അശ്ലീലം എന്നുള്ള വാക്ക് ശ്ലീലമല്ലാത്തത് എന്ത്, അതുകൊണ്ടാണ് ഞാൻ അശ്ലീലം എന്ന് പ്രയോഗിക്കുന്നത്, അല്ലാതെ വൾഗർ ലാംഗ്വേജ് ഉപയോഗിച്ചു എന്നുള്ളതല്ല. ഈ അശ്ലീലം ഭരണഘടനയിൽ എഴുതി വെച്ചത് ഒരു നിർവചനവുമില്ലാതെ. സെക്യുലറിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും തോന്നുന്നതാണ് സെക്യുലറിസം. സെക്യുലറിസത്തിൻ്റെ ഡിക്ഷണറി മീനിങ് എടുത്ത് നോക്കുക, വിച്ച് ഹാസ് നത്തിങ് ടു ഡു വിത്ത് റിലിജ്യൺ. ഇതാണ് സെക്യുലറിസം. ഉദാസീന ഭരണകൂടത്തിന് മതം പാടില്ല. നമ്മുടെ ഇവിടെ ഭരണഘടനയ്ക്ക് തന്നെ മതമുണ്ട്. ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിരക്ഷയുണ്ട്. ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. അവിടെ തന്നെ മതം വന്നില്ലേ? അതൊരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനാണ്. ആയിരിക്കാം, ഡിസ്ക്രിമിനേഷനാണല്ലോ, പോസിറ്റീവോ നെഗറ്റീവോ. മതം നിങ്ങൾ കലർത്തിയില്ലേ ഭരണഘടന? എന്നിട്ട് പിന്നെ നിങ്ങൾ സെക്കുലറാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ എങ്ങനെയാണ്? നിങ്ങളെല്ലാ മതത്തെയും തുല്യമായിട്ടല്ല കാണുന്നത്. ഇന്ത്യൻ ഭരണഘടന ചില മതങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തിരിക്കുന്നു, ചില മതങ്ങളിൽ കയറി ഇടപെട്ടിരിക്കുന്നു. ദേവസ്വം ബോർഡിന് നഷ്ടപരിഹാരം കൊടുക്കണം, അത് ആണ്ടിൽ ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 290 എഴുതി വെച്ചിരിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഭരണകൂടത്തിന് മതം പാടില്ല, ഭരണകൂടത്തിന് മതം പാടില്ല സമ്മതിച്ചു. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മതം പാടില്ല എന്ന് പറയും. അതെ അതെ, ഇത് ഇതുപോലത്തെ വിഭ്രമം സൃഷ്ടിച്ചിട്ട് സാധാരണ മനുഷ്യൻ പോലും പേടിച്ചിരിക്കുകയാണ്. മതം എന്തോ കുഴപ്പം പിടിച്ചാണ് നമുക്ക് വേണ്ടത്. ആകെ ഇതിൽ ബോൾഡായിട്ട് സകലത്തിലും കയറി ഇടപെടുന്നത് ഇസ്ലാമാണ്. അവർക്ക് ഈ വക ഹാങ് ഓവറൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ ഡോമിനൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് മതേതരത്വം എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നത്. പുതിയ നിർവചനം പുതിയ കാലത്ത് ഇസ്ലാം എന്ത് പറയുന്നു അത് ശരിയാണ്. ഇസ്ലാമിനെ വിമർശിക്കാതിരിക്കുക, കഴിയുമെങ്കിൽ ഇസ്ലാമിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുക. അതാണ് മതേതരത്വം. ഈ ഇക്വേഷൻ വന്നു കഴിഞ്ഞു, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ എത്ര വികൃതമായി നോക്കുക. ഇത് തുടങ്ങിയ കാലത്താണ് LK അദ്വാനിയാണ് ആദ്യമായിട്ട് സ്യൂഡോ സെക്യുലറിസം എന്നുള്ള വാക്ക്, അതാണ് കപട മതേതരത്വം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇതാദ്യമായിട്ട് ഈ വാക്ക് കോയിൻ ചെയ്യുന്നത് ലാൽകൃഷ്ണ അദ്വാനിയാണ്. സ്യൂഡോ സെക്യുലറിസം, നിങ്ങൾ ഈ പറയുന്ന സെക്യുലറിസം സ്യൂഡോ ആണ്, കപടമാണ്. അതിനകത്ത് ഒരർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ കേശവാനന്ദ ഭാരതി കേസിലെ കാര്യം പറഞ്ഞു, ബേസിക് സ്ട്രക്ചർ തിയറി ആ കേസിലാണ് ഇവോൾവ് ചെയ്ത് വന്നത്. ലോകത്തിൽ പല രാജ്യങ്ങളും അത് മാതൃകയാക്കിയിട്ടുണ്ട്.
അപ്പോൾ ബേസിക് സ്ട്രക്ചർ തിയറിക്ക് വിരുദ്ധമായിട്ടാണ് ഈ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖം അമെൻഡ് ചെയ്തിട്ട് മതേതരത്വം സെക്യുലറിസം എന്നുള്ള വാക്ക് ചേർത്തത്. അതപ്പോൾ സുപ്രീം കോടതി വിധിക്കും എതിരല്ലേ? എതിരാണ്. അതെന്താരും ചാലഞ്ച് ചെയ്യാത്തത്? ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മിസ്റ്റർ ചതുർവേദി സമ്മൻ, അങ്ങേരും പൊളിറ്റീഷ്യനാണ്, അങ്ങേരും ചലഞ്ച് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കിടപ്പുണ്ട് ഈ കേസുകളൊക്കെ. അങ്ങനെ സുപ്രീം കോടതി ഇതിൽ തൊടില്ല. അല്ല, എന്നാൽ പിന്നെ ഗവൺമെന്റ് സോഷ്യലിസം ചലഞ്ച് ചെയ്തിരുന്നു. ഗവൺമെന്റ് ചെയ്തുകൂടെ? അത് ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ? ഗവൺമെന്റ് ഫോർ ഓബ്വിയസ് റീസൺസ് ആണ് ചെയ്യാത്തത്. വെറുതെ ആൾക്കാർ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇത് കുത്തിക്കയറ്റതാണല്ലോ ഭരണഘടനാ വിരുദ്ധം. അതെ, കാര്യമൊക്കെ ശരി. ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം ചെയ്താൽ അങ്ങ് ഉറച്ചു പോയി കഴിഞ്ഞാൽ അത് തിരിച്ചാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നും പറഞ്ഞ് ടീം ഇറങ്ങും. കാലം കുറേ കഴിഞ്ഞല്ല. ഈ ആളുകൾ പലപ്പോഴും വസ്തുതയുടെ പുറത്തല്ല, വിശ്വാസത്തിൻ്റെ പുറത്താണ് പോകുന്നത്. എനിക്കൊരു കൺവിക്ഷൻ അത് ശരിയല്ല, അത് ശരി. പിന്നെ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും സുനിൽ ഡോക്യുമെൻ്റ് കൊണ്ടുവന്ന് കൗണ്ടറായിട്ട് ഇത് നോക്ക്, ഇത് 1960 തന്നെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. ആവാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പറയും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് സർക്കാർ ഇതിൽ തൊടില്ല. സുപ്രീം കോടതി ഇത് തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് സുപ്രീം കോടതിക്ക് അറിയാം. സോഷ്യലിസ്റ്റ് ഒരാൾ ചലഞ്ച് ചെയ്തിരുന്നു. അയാൾ പറഞ്ഞു ഭരണഘടനയുടെ പ്രിയാമ്പിൾ സോഷ്യലിസ്റ്റ് എന്നുണ്ട്. ഇപ്പം നടക്കുന്ന കലാപരിപാടികൾ ഒന്നും തന്നെ സോഷ്യലിസത്തിന് യോജിക്കുന്നതല്ല. ഒന്നുമില്ലല്ലോ. പിണറായി വിജയൻ പോലും വലിയ സോഷ്യലിസ്റ്റ് ആവേണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. അവർ പോലും വിദേശ മൂലധനം എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ അവിടെ ഇവിടെയൊക്കെ പോവുകയാണ്. ഇത് ഇയാൾ ചലഞ്ച് ചെയ്തു. സുപ്രീം കോടതി എന്ത് ചെയ്തെന്നറിയാമോ? സോഷ്യലിസത്തിന് പ്രത്യേകിച്ച് നിർവചനമൊന്നുമില്ല, അതൊരു സങ്കല്പമാണ്. ഓരോരുത്തരും ഓരോ രീതിയിൽ അതിന് അതിനാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്, അതിനകത്ത് കോടതിക്ക് ഇടപെടാനുള്ള പഴുതില്ല, അതുകൊണ്ട് ഹർജി തള്ളുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഇപ്പം ആരും സോഷ്യലിസത്തെ പറ്റി സംസാരിക്കുന്നില്ല. കണ്ടു, ആരെങ്കിലും ഒരാൾ പറയണില്ല ഭരണഘടനയിൽ സോഷ്യലിസം ഉണ്ട് അതുകൊണ്ട് സോഷ്യലിസം നടപ്പിലാക്കണം, ആരും പറയില്ല. എല്ലാവരും സെക്യുലറിസത്തിൽ അതിൻ്റെ തൊട്ടടുത്ത വാക്ക് സോഷ്യലിസം നിൽക്കുന്നുണ്ട്. ആർക്കും വേണ്ട. ഇതാണ് അവസ്ഥ. ഏതായാലും രാജ്യം 75ാം റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിക്കുകയാണ്. നമ്മുടെ രാജ്യം ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരുപാട് പ്രൗഢിയോടെ അന്തസ്സോടെ ശിരസുയർത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു കോവിഡ് മഹാമാരി കഴിഞ്ഞു. ലോകത്തെ ഏതാണ്ട് 1 ഡസനോളം രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ പോലും കൊടുത്ത് നമ്മുടെ രാജ്യം ഒരു രക്ഷകനായി മാറി. അങ്ങനെ രാജ്യത്തിൻ്റെ യശസ് വാനോളം ഉയർന്ന് ചക്രവാളത്തിനപ്പുറത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കാലത്താണ് നമ്മുടെ 75ാം റിപ്പബ്ലിക് ദിനം കടന്നു പോകുന്നത്. അപ്പോൾ ഭരണഘടനയെക്കുറിച്ചുള്ള വളരെ പ്രസക്തമായ ഒരു ആശയമാണ്, ഒരു ആശങ്കയാണ്, ഒരു സന്നിഗ്ധാവസ്ഥയാണ് TG പങ്കുവച്ചത്. അത് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് നമുക്ക് ആശിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.